ഫസ്റ്റത്തെ തരണ്ടിയാണ്ട. ഹലോ ഗൈസ്, സ്പിന്നിംഗ് പോയിൻ്റെ പുതിയ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നേണ്ട. നമ്മുടെ സീ ഫിഷിങ്ങിനെ നല്ല മഴയുണ്ട് കേട്ടോ. നമുക്ക് ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്യാണ്ട് നമ്മുടെ ബെന്നപ്പനും ആശാനും കൂടെ പോകാറുണ്ട്. അപ്പോൾ നമുക്ക് ചൂണ്ടൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. ഈ സ്പോട്ടിലേക്ക് നമ്മൾ ഒരു പ്ലാനിങ് ഇല്ലാണ്ട് വന്ന് കയറിയിരിക്കണം ഗൈസ്. വേറൊരു സ്പോട്ടാണ് നമ്മൾ ഫിഷിങ്ങിന് വേണ്ടി ഉദ്ദേശിച്ചിരുന്നത്. അങ്ങോട്ട് പോകുന്ന വഴി ഈ സ്പോട്ട് കണ്ടപ്പോൾ നമ്മൾ ഇവിടെ കുറച്ചേരം ഇട്ട് നോക്കാൻ നേരിച്ച് ഇറങ്ങിയാണ്ടാ. നമ്മൾ ആദ്യം ഉദ്ദേശിച്ച സ്പോട്ടിലേക്ക് ഇവിടെ നിന്ന് കുറച്ചും കൂടി ഓട്ടം ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്കിവിടെ കുറച്ചേരം ഇട്ട് നോക്കാം. രക്ഷപ്പാടൊന്നും ഇല്ലെങ്കിൽ അങ്ങോട്ട് തന്നെ പോവാം. ബെന്നപ്പനും ആശാനും ദേ ഇവിടെ കടലിലോട്ട് നോക്കി അന്തം വിട്ടിക്കണ്ട. ദേ കൂടി പട്ടി കണ്ട ടൈസ് പുള്ളിക്കാരൻ കലിപ്പിലാണെന്നാ തോന്നാ. കൂട്ടിട്ട ഈ രണ്ട് കളർ മനുഷ്യന്മാരെ കണ്ടിട്ട് നിൽക്കണമെന്നാ തോന്നണം കേട്ടാ. എന്തായാലും നമുക്ക് ചൂണ്ട സെറ്റ് ചെയ്യാം ടൈസ്. ചൂണ്ട 3 നമ്മൾ അപ്പോൾ സെറ്റ് ചെയ്തറില്ല ടൈസ്. ഇനി അതിൻ്റെ അകത്ത് നമുക്ക് ലീഡർ ലൈനും കൂടി കിട്ടിയാൽ മതി കേട്ടോ. ചെമ്മീനാണ് നമുക്ക് ഓർത്തിട്ടാൻ ഉദ്ദേശിക്കണേ. രാവിലെ കാരണം ബൈറ്റ് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്, നോക്കാം നമുക്ക്. അപ്പോൾ നമ്മതേ ഫിഷിങ് സ്റ്റാർട്ട് ചെയ്തട്ടെ ഗീസ്. ബെന്നപ്പൻ എന്തോ മീൻ അടിച്ചിരട്ടോ. ഫസ്റ്റത്തെ ക്യാച്ച് ബെന്നപ്പനാണ്. റിഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കേണ്ട. എന്താണെന്ന് നോക്കാം നമുക്ക്. ഇത് കയറിയുണ്ട്. ഇതേ കൂരിയാണ് ടൈസ്. നല്ല ചെക്കിട്ടനൊരു കൂരി. നമ്മെ എവിടെ ചൂണ്ടിടാൻ പോയാലും ഉദ്ഘാടനം നമ്മുടെ കൂരിക്കൂട്ടൻ തന്നെ ആയിരിക്കോട്ടെ. അതിൽ അത്യാവശ്യം വലിപ്പമുള്ള കൂരിയാണ് നമുക്ക് കിട്ടിയണം. ഇനിയും ഇവൻ തന്നെ വന്ന് കയറാണ്ടിരുന്നാൽ മതിയായിരുന്നു. നമ്മുടെ ആശാനൊരു ഹുക്കപ്പ് കൊടുത്തറ ടൈസ്. മീൻ എന്തോ ഉണ്ടെന്നാ തോന്നണേ. ഇത് കയറി വന്നിട്ടാ. എന്നിട്ട് നോക്കാം നമുക്ക്. കൂരിയാണോ? കൂരിയല്ല ടൈസ്, കതിരാനാണ്ടാ. കൂരിന്നപ്പം നമ്മൾ മാറ്റി പിടിച്ചേരട്ടാ. അത്യാവശ്യം വലിപ്പമുള്ള കതിരാനാണ്ടാ. കതിരാനിങ്ങനെ കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ തകർക്കോട്ടാ. കൂരി ഒന്ന് കയറേണ്ടുന്ന മതിയായിരുന്നു. അതേ നമുക്കൊരു മീൻ അടിച്ചേരണം ടൈസ്. ഇതേ വലിച്ചെടുത്തോണ്ടിരിക്കേണ്ട. എന്തിനാണ് നോക്കാം. കൂരിയായിരിക്കല്ലേ. ചതിച്ച് കൂരിയാണ്ട. അതൊരു കുഞ്ഞൻ കൂരി. അതെ ആശാന് വീണ്ടും മീൻ അടിച്ചേരണം ടൈസ്. ആശാൻ്റെ രണ്ടാമത്തെ സ്ട്രൈക്കാണ്ടാ. എന്തിനാണ് നോക്കാം നമുക്ക്. ഇത് കുറച്ച് ലോങ്ങിൽ നിന്നാണ് ടൈസ് അടിച്ചേക്കണം. ഇത് കയറി വന്നുള്ളൂ സാധനം. പൊറ്റെ അതെ കതിരാനാണ് ടൈസ്. ആശാനതെ വീണ്ടും കതിരാൻ അടിച്ചേനാട്ടാ. ആശാൻ കൂരിനെ പിടിക്കൂലെന്നാ പറയണം. ശകലം നേരം കഴിഞ്ഞപ്പോൾ തന്നെ അതെ ആശാന് വീണ്ടും മീൻ അടിച്ചിട്ടുണ്ടാ. 3ാമത്തെ സ്ട്രൈക്ക് വേണ്ടത് ആശാൻ്റെ സ്കോർ ചെയ്തുകൊണ്ടിരിക്കേണ്ട. എന്തിനാണ് നോക്കാം നമുക്ക്. ഇത് കയറിയുണ്ട്. അതെ കിട്ടി മോനെ. ആശാനും കൂരിനെ അടിച്ചിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള കൂരിയാണ്ടാ. മഞ്ഞക്കൂരിയാണ്. നമ്മളോട് ആദ്യം കലിപ്പായിട്ടിരുന്ന പട്ടി പുള്ളിക്കൊരു ചെറിയ കൂരിനെ കൊടുത്തിട്ടാ. കമ്മിനിയെ പുള്ളി. അതേ വന്നു മോനെ ആശാൻ അടുത്ത മീനായിട്ട്. കൂരിനെ പിടിച്ച ക്ഷീണതേ മാറ്റിയാർന്നട്ടാ. കൂരിന് എത്ര സൈസുള്ള ഒരു കതിരാന കിട്ടിയാണ്. വലിപ്പം കണ്ടവനാ. ഈ സൈസുള്ള കതിരാനൊക്കെയാണ് കിട്ടണമെങ്കിൽ നല്ല റേറ്റ് ഇട്ടോട്ടെ മാർക്കറ്റിൽ. ഇത്രയും വലിപ്പം വേണം. അപ്പം നമ്മുടെ പട്ടിക്കുട്ടന്മാരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മളിവിടുന്ന് വിടേണ്ടേസ്. കൊത്ത് കുറഞ്ഞിട്ടാ. ഇത്ര മീനായിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടിയേക്കണേസ്. ചാകാണ്ടിരിക്കാൻ വെള്ളത്തിലിട്ട് വെച്ചാണ്. എന്നിട്ടും ചെത്തുന്നാ തോന്നണം. ചൂണ്ട നമ്മൾ അഴിക്കാനുള്ള കേട്ടാ. ജസ്റ്റ് ഒന്ന് ചുറ്റി വെക്കണുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ എടുത്തിട്ട് കാസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോകണേണ് ടൈസ്. ഇവിടുന്ന് ഒരു 5-10 മിനിറ്റത്തെ ഓട്ടം ഉണ്ട് കേട്ടോ. അവിടെ എന്തായാലും ചൂണ്ടക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ ചെറിയൊരു ഓട്ടത്തിനൊടുവിൽ പറഞ്ഞ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ടൈസ്. നേരെ സീവാളുമ്പോൾ കയറി കാസ്റ്റ് ചെയ്യാനേട്ടാ. നമ്മുടെ ചൂണ്ടയൊക്കെ ഓൾറെഡി സെറ്റായിരുന്നു. ടൈം വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് അവിടെ നിന്ന് കിട്ടിയ മീനാണ് ടൈസ് ഈ കിടക്കണം. നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. മഴക്കാരി നല്ലപോലെ വെച്ച് വന്നുണ്ട് കേട്ടോ. മഴ പണി പാളിക്കുമെന്ന് അറിയില്ല. എന്തായാലും നമ്മുടെ ഇത് കോട്ടുണ്ട്, അത് കാരണം കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഫിഷിങ് സ്റ്റാർട്ട് ചെയ്യാണ്ടേ. ഫസ്റ്റ് തന്നെ ബെന്നപ്പൻ ഒരു ഹുക്കപ്പ് എടുത്തോണ്ടാ. റിഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ അവിടെ കാസ്റ്റ് ചെയ്തപ്പോഴും ഫസ്റ്റത്തെ ക്യാച്ച് ബെന്നപ്പൻ തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോഴും ഒരു മീൻ അടിച്ചിട്ടുണ്ട്. ആശാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുള്ളൂ. ചെമ്മീൻ കോർത്തോണ്ടിരിക്കേണ്ട. ബെന്നപ്പൻ എന്ത് മീൻ അടിച്ചേക്കണേ നമുക്ക് നോക്കാം ടൈസ്. എന്തായാലും ഇട്ടപ്പോൾ തന്നെ സ്ട്രൈക്ക് കിട്ടിയേട്ടാ. നമ്മുടെ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ചെറിയ മുട്ടുണ്ട അതുമൊക്കെ ചൂണ്ടക്കാരുണ്ട് കേട്ടോ. നമുക്ക് എന്തിനാണ് ബെന്നപ്പനെ കിട്ടിയേക്കണേ നോക്കാം. അതെ കതിരാന ടൈസ്. ഒരു കതിരാനാണ്ട ബെന്നപ്പൻ അടിച്ചാണ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. എന്തായാലും മീനിൻ്റെ നല്ല ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ. നമ്മുടെ റൈറ്റിലും ലെഫ്റ്റിലായിട്ട് 2 ചെറിയ മുട്ടുണ്ട് ടൈസ്. നമ്മളതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇടണം. മുട്ടുമുള്ള ചൂണ്ടക്കാർക്കൊക്കെ മീൻ അടിക്കണം കേട്ടോ. അതെ നമ്മുടെ ആശാനും ഒരു മീൻ അടിച്ചിട്ടുണ്ട് ടൈസ്. എന്താണ് നോക്കട്ടോ. കയറ്റാണ്ട് നല്ല ലോങ്ങിലാണ് ആശാൻ കാസ്റ്റ് ചെയ്തിരുന്നത്. നമുക്ക് കയറി വരാൻ കുറച്ച് ടൈം എടുക്കും. ആശാന് പല്ലിക്കോരയാണ് ടൈസ് അടിച്ചേണം. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ പല്ലിക്കോരേണ്ട. അത്യാവശ്യം വലിപ്പമുള്ള പല്ലിക്കോരേണ്ട. ഇവന്മാരെ ചൂണ്ടയിലെ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം സ്ട്രൈക്കാണ്ട. ചെമ്മീനും ഇവന്മാരെ ചൂണ്ടിന്ന് വെട്ടിയെടുക്കുള്ളൂ. പയ്യനൊന്നും വന്ന് ഇവന്മാരെ എടുക്കൂല. ഒറ്റ വെട്ടായിരിക്കുള്ളൂ. ഇവന്മാരെ വെട്ടി തന്നെ ഏകദേശം മുക്കപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് എന്തോ മീൻ അടിച്ചേരണം ടൈസ്. നല്ല ടൈറ്റ് ഉണ്ടാ. വല്ല ആന കൂരിയല്ലോണാ. കയറി വന്നുണ്ട് സാധനം. അതെ നമുക്കൊരു പല്ലിക്കോരനെയും ഒരു കതിരാനെയും ഒരുമിച്ച് അടിച്ചേരണം ടൈസ്.
അത്യാവശ്യം വലിപ്പമുള്ളതാണ്ടാ. ലീഡർ ലൈനുമ്പോൾ നമ്മൾ 2 ഹുക്കാണ്ടായി സെറ്റ് ചെയ്തേക്കണം. മിക്കവരും ഒരു 3-4 ഹുക്കൊക്കെ സെറ്റ് ചെയ്തിട്ടാണ്. അങ്ങനെ വരുമ്പോൾ അതനുസരിച്ചുള്ള മീനും കിട്ടും കേട്ടോ. ഇനി കാണാൻ പോകുന്നത് നമ്മുടെ സ്പിന്നിങ് പോയിന്റിന്റെ ചരിത്ര നിമിഷം ഡേയ്സ്. നമ്മുടെ ഇതുവരെയുള്ള ഫിഷിങ്ങിൽ അത് ആദ്യത്തെ തെരണ്ടിനേണ്ടത് ബെന്നപ്പൻ അടിച്ച് കയറ്റിക്കൊണ്ട് കുഞ്ഞൻ തെരണ്ടിയാണ്ടാ. പക്ഷെ നമുക്ക് വലുതാണ്ടാ. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഇതുവരെയും തെരണ്ടിനെ കിട്ടിയിട്ടില്ല ഡേയ്സ്. ഒരു സ്ട്രൈക്ക് പോലും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞാൽ എന്തായാലും വലിയൊരു തെരണ്ടിനെ നമുക്ക് പിടിക്കണമെന്നുണ്ടാ. ഇപ്പൊ സീസണൊക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യോട്ടാ. പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിന്റെ. പിന്നെ മരവാലുമുള്ള മുള്ളു ഡേഞ്ചറാണ് ഡേയ്സ്. അത് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും കൊണ്ട് ഞാൻ പണി. എന്തായാലും നമുക്ക് പിടിതരാൻ മനസ്സാണ് ഈ കുഞ്ഞൻ തെരണ്ടിയുടെ വലിയ മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ പറഞ്ഞു വിടുവാട്ടാ. ഇവന്റെ മുള്ളൊന്നും നമ്മൾ ഒടിക്കണില്ല ടേസ്. കിട്ടിയ പാടി തന്നെ റിലീസ് ചെയ്യുക. അവൻ പോയി വലുതാവട്ടെ. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവൻ വലുതായി കഴിയുമ്പോൾ നമ്മുടെ ചൂണ്ടയിലോട്ട് തന്നെ പറ്റും ചിലപ്പോൾ. തിര വന്നപ്പോൾ തന്നെ ഓട്ടം കണ്ടാണ് പാഞ്ഞൂറ്റിയാണ് പോയി. എന്തായാലും നമ്മുടെ കുഞ്ഞൻ തെരണ്ടിയെ യാത്രയാക്കിയ ശേഷം നമ്മുടെ ഫിഷിങ് തുടരുക കേട്ടോ. അതേ ആശാൻ ഒരു വെറൈറ്റി ആയിട്ട് തേടുന്നുണ്ട് ടേസ്. നമുക്ക് ഇന്ന് കിട്ടണ ആദ്യത്തെ വറ്റേണ്ട ആശാൻ അടിച്ച് കയറ്റിക്കണം കണ്ടാ. ചെറിയ ടൈപ്പ് വറ്റേണ്ട. ഇനിയും കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ കൂട്ടത്തോടെ സഞ്ചരിക്കണം. പറഞ്ഞ് തീർന്നില്ല. അതേ ബെന്നപ്പൻ അപ്പത്തന്നെ ഒരു വറ്റനെ അടിച്ച് കയറ്റിക്കൊണ്ട് വന്നിട്ടാ. സെയിം ടൈപ്പ് ഇഷ്ടം പോലെ വറ്റ വന്നിട്ടാ തോന്നണേട്ടാ. കതിരാൻ, കൂരി, പല്ലിക്കോര, വറ്റ, തെരണ്ടി, അങ്ങനെ ഒരു 3-4-5 ടൈപ്പ് മീനുകളെ നമുക്കിപ്പോൾ കിട്ടിയ ടേസ്. ഇതിവിടെ സൈഡിൽ ഒരാൾ സൈലൻ്റായിട്ട് മീനെ അടിച്ച് കയറ്റിക്കൊണ്ട് വന്ന് നിൽക്കണ്ടേട്ടാ. അതേ ആശാൻ്റെ ഒരു പല്ലിക്കോരനെ കിട്ടിയറണ്ടാ. ആടാ അത്യാവശ്യം വലിപ്പമുണ്ടേട്ടാ. പല്ലിക്കോരനെയും കതിരാനായിട്ട് നമുക്കൊന്ന് കൂടുതൽ കിട്ടിക്കണം. നമ്മുടെ സൈഡിൽ നിൽക്കണ ആ ചൂണ്ടക്കാർക്ക് അതിനായിട്ട് അടിക്കണത്. ഇത് ബെന്നപ്പനും ആശാനത് നെക്സ്റ്റ് മീനിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്ടാ. ആ ഗ്യാപ്പിൽ നമുക്കൊരു പല്ലിക്കോരൻ അടിച്ചിട്ടുണ്ട്, ഒരു മീഡിയം ടൈപ്പ്. അതിനിടയിൽ ചെറുതായിട്ട് മഴ പെയ്തായിരുന്നു ടേസ്. നമ്മൾ അപ്പം തന്നെ കോട്ടൊക്കെ ഇട്ട് സെറ്റായി. അപ്പം തന്നെ മഴ പോയിട്ടാ. ഇത് ആശാൻ വീണ്ടും ഒരു വറ്റനെ അടിച്ചേറ്റിക്കൊണ്ട് മഞ്ഞിട്ടാ. കുറച്ച് ടൈമായിട്ടുള്ള വറ്റട സ്ട്രൈക്ക് തുടങ്ങിയിട്ട് നമുക്കിപ്പോൾ ഒരു 3-4 കിട്ടിയിട്ടാ. പുള്ളിക്കാരൻ്റെ ചോറി കുളിച്ചിരിക്കണേട്ടാ. നമുക്ക് ഒരേ ടൈപ്പുള്ള വറ്റനായിട്ട് കിട്ടണത്. ബെന്നപ്പന് ഒരെണ്ണത്തിന് അടിച്ചു തരണേട്ടാ. അടാ സെയിം ടൈപ്പ് വറ്റ ചറവറ അടിച്ചുകൊണ്ടിരിക്കണ്ട. സബിക്കണ്ടായിരുന്നെങ്കിൽ എറിഞ്ഞിരുന്നെങ്കിൽ കുറച്ച് വറ്റനെ പിടിച്ചെടുക്കായിരുന്നട്ടാ. ഇത് ആശാൻ കിട്ടിലൊരു ഹുക്കപ്പ് കൊടുത്തരണേട്ടാ. ഇത് കുറച്ച് ലോങ് ആയിട്ടാ കാസ്റ്റ് ചെയ്തിരുന്നില്ല. പല്ലിക്കോരെ വറ്റുമായിരിക്കോട്ടാ. നോക്കാം കുന്തിരാട്ടണം കീറി വന്നോളട്ട് പുള്ളിക്കാരൻ. ഇത് നമ്മുടെ കതിരാനാണ്. നമുക്ക് വീണ്ടും ഒരു കതിരാനെ കൂടി കിട്ടിയാറേ. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള കതിരാനാണ്ട. പിന്നെ കറക്റ്റായിട്ട് കാണിച്ചേരേ വേണ്ട. നല്ല ഭംഗിയായിട്ട് കാണാൻ. അതുകൊണ്ട് തന്നെ വറുത്ത് വെച്ച് നല്ല കിട്ടില്ല ടേസ്റ്റ് ആയിരിക്കോട്ടാ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടി ചൂണ്ടിട്ട് നോക്കിയാ ടേസ്. കൊത്ത് കുറഞ്ഞിട്ടാ. ഉച്ചയായിട്ടാ. ടൈം ഇപ്പോൾ ഒരു 1 മണി കഴിഞ്ഞ്. മഴക്കാരിങ്ങനെ മൂടിക്കെട്ടി നിൽക്കണ കാരണം ടൈം പോകണം അറിയണില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫിഷിങ് നമ്മൾ പതിയെ സ്റ്റോപ്പ് ചെയ്യാൻ ടേസ്. കുറച്ച് ചെമ്മീൻ ബാക്കിയുണ്ട് കേട്ടോ. എല്ലാം പൊടിയാണ്ട. അപ്പോൾ നമ്മൾ ചൂണ്ട കഴിച്ചത് എല്ലാം ബാഗിലോട്ട് സെറ്റ് ചെയ്യാനാണ്ട. അപ്പോൾ നമുക്ക് കിട്ടിയേക്കണം മീൻ കാണിച്ചു തരാം ടേസ്. എല്ലാം ബോക്സിലിട്ടുണ്ട്. അപ്പോൾ സ്പിന്നിങ് പോയിൻ്റ് ഈ ചെറിയ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ ടേസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. കമൻറ്റ് ഇടാനും മറക്കില്ല കേട്ടോ. കമൻറ്റ് എന്തായാലും ഉറപ്പായിട്ട് ഇടണേ. ഇത്ര മീനാ ടേസ് നമുക്കിന്ന് കിട്ടിക്കണം. അപ്പോൾ ഇതുപോലുള്ള കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ എന്നാൽ ബൈ.